ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 8. ജെറിയെ ഡിസ്ചാർജ് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുവന്നു. അവരെ കണ്ട് റിസപ്ഷനിസ്റ്റ് പയ്യൻ ഓടി വന്നു. അയ്യോ, എന്തു പറ്റി സാർ? ബൈക്കൊന്ന് തെന്നിയതാണ്, വിധുവാണ് മറുപടി പറഞ്ഞത്. അമ്മ വിളിച്ചിരുന്നു, പയ്യൻ പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചോളാം. ജെറിയെ വിധുവും മനുവും കൂടി റൂമിലാക്കി. മനു തിരിച്ചുപോയി. എടാ, മരിയെ അറിയിക്കണ്ടേ? വേണ്ട, അപ്പോ തന്നെ അവള് ഇത് വീട്ടിലറിയിക്കും. വെറുതെ എന്തിനാ അവരെ മെനക്കെടുത്തുന്നേ? ജെറി വിലക്കി. ആ, ഏതായാലും ഞാനും കൂടി കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. വിധു ജെറിയുടെ ശുശ്രൂഷ സ്വയം ഏറ്റെടുക്കാൻ ഒരുങ്ങി. എടാ, നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? എനിക്ക് കാലുകുത്തി നടക്കാല്ലോ. അതുകൊണ്ട് ടോയ്ലറ്റിൽ പോവാം. ഭക്ഷണം താഴെ നിന്ന് കൊണ്ടുവന്ന് തരും. വസ്ത്രങ്ങൾ അലക്കാൻ കൊടുക്കാം. പിന്നെന്താ? ജെറി സമ്മതിച്ചില്ലെങ്കിലും വിധു അവിടെ നിന്നു. വിധു രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് ജെറിയുടെ റൂമിലേക്ക് പോരും. രണ്ടുപേർക്ക് സുഖമായി താമസിക്കാൻ സൗകര്യമുള്ള PG ആയിരുന്നു അത്. 2 ദിവസം കൂടി കഴിഞ്ഞാണ് ബൈക്ക് റിപ്പയർ ചെയ്ത് തിരികെ കിട്ടിയത്. അത് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്നും വിധു എടുത്തുകൊണ്ടുവന്നു. നിധി ഇടയ്ക്ക് വിളിച്ചിരുന്നു. അവളോടും അപകടത്തിന്റെ കാര്യം പറഞ്ഞില്ല. നാളെ അവൾ തിരികെ വരുമെന്നാണ് പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ എത്തിയ കാര്യം നിധി ജെറിയെ വിളിച്ചു പറഞ്ഞു. നിധി, ഞാനും നിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഓഹ്, ഓക്കെ, ശരി. നിധിക്ക് എന്തോ വലിയ കഥ പറയാനുണ്ട് പോലും. എന്താണാവോ? അന്ന് നാട്ടിൽ പോയി വന്നപ്പോഴും അവൾ ഗീതുവിനെക്കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. പറയാനൊട്ട് സാഹചര്യവും കിട്ടിയില്ല. അവളുടെ തിസീസ് സമർപ്പിക്കേണ്ട സമയമായതുകൊണ്ട് തമ്മിൽ കാണുന്നത് പോലും വിരളമായിരുന്നു. തിരക്ക് കഴിയട്ടെ എന്ന് ഓർത്തിരുന്നു. തിസീസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി അതേ കോളേജിൽ ടീച്ചിങ്ങിന് ചേരാമെന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞ് നിധി വിളിക്കുമ്പോൾ ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അപകടത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. എങ്ങനെ, എന്നാണ് എന്നൊന്നും പറഞ്ഞുമില്ല. അന്ന് രാവിലെ തന്നെ നിധി എത്തി. വിധു ഓഫീസിലേക്ക് പോയിരുന്നു. എന്താ ജെറി, ഇത്രയ്ക്കും പരിക്ക് പറ്റിയിട്ട് ഒന്നും അറിയിച്ചില്ലല്ലോ? നിധി പരിഭവിച്ചു. നീ എവിടെ കസിന്റെ മരണവും ദുഃഖവുമായി കഴിയുമ്പോൾ ഇതുകൂടി അറിയിച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചു. വീട്ടിലും അറിയിച്ചില്ലേ? ഇല്ല, അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്യാവശ്യ സഹായത്തിന് വിധു ഉണ്ടല്ലോ. എന്നാലും വീട്ടിലൊന്നും അറിയിക്കായിരുന്നു. എന്നിട്ട് വേണം അവർ ആംബുലൻസുമായി വന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാൻ. ഇത് കുറച്ച് റെസ്റ്റ് എടുത്താൽ കുറയാവുന്നതേ ഉള്ളൂ. ജെറിയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് നിധിക്ക് മനസ്സിലായി. അല്ല, നിന്റെ കസിൻ ഗീതുവിന് എന്ത് പറ്റിയതാണ്? അത് വലിയൊരു കഥയാണ്. അനശ്വര പ്രണയത്തിന്റെ രക്തസാക്ഷിയാണവൾ. ഗീതു അക്കഥ പറയാൻ തുടങ്ങി. മുരളി, ഗീതുവിന്റെ ബാല്യകാല സുഹൃത്ത്. അവളുടെ പ്രിയപ്പെട്ട വനജ ടീച്ചറുടെ മകൻ. ചെറുപ്പം മുതൽ രണ്ടാളും ഒരുമിച്ചായിരുന്നു. ഗീതുവിന് മുരളിയെയും മുരളിക്ക് ഗീതുവിനെയും പിരിഞ്ഞൊരു ജീവിതമില്ലായിരുന്നു. ഭാമച്ചിറ്റയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ടീച്ചറുടെ അച്ഛൻ. അവരുടെ പ്രണയത്തെ ചിറ്റയും ഇളയച്ചനും എതിർത്തു. അവരുടെ ഒറ്റ മോളാണ് ഗീതു. ആകാംക്ഷയോടെ ജെറി കേട്ടിരുന്നു. ഗീതുവും മുരളിയും നല്ല ഡാൻസേഴ്സ് ആയിരുന്നു. നിരവധി കലോത്സവങ്ങളിൽ രണ്ടാളും സമ്മാനങ്ങൾ വാരിക്കൂട്ടി. ഗീതുവിനെ അമ്പലത്തിലെ ഉത്സവത്തിന് മാത്രമേ മുരളിക്കൊപ്പം ഡാൻസ് ചെയ്യാൻ അനുവാദം കൊടുത്തുള്ളൂ. അവളെ പുറത്തേക്കൊന്നും അയച്ചിരുന്നില്ല. ഒടുവിൽ ഗീതുവിന് വിവാഹാലോചനകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മുരളിയുമായി അവൾ പ്രണയത്തിലാണെന്ന് ഇളയച്ചനും ചിറ്റയും അറിയുന്നത്. പെട്ടെന്നൊരു ദിവസം മുരളി അപ്രത്യക്ഷനായി. എവിടെയെന്ന് ആർക്കും അറിയില്ല. അതോടെ ഗീതു അബോധാവസ്ഥയിൽ എന്ന പോലെയായി. ചികിത്സകൾ കുറേ ചെയ്തു. നേർച്ചകൾ, ഉത്സവം എല്ലാം നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ അവൾ പോയി. മുരളി എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. കഷ്ടായിപ്പോയി. ജെറി ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. അതെ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചിറ്റയുടെയും ഇളയച്ചന്റെയും അവസ്ഥ കാണുമ്പോൾ സങ്കടം സഹിക്കാൻ വയ്യ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് ഗീതുവിനെ. ഇളയച്ചനായിരുന്നു അവളോട് ഏറെ ഇഷ്ടം. നിധി തന്റെ അച്ഛനെ ഓർത്തു. എന്തു ചെയ്യാൻ? ജാതിയും മതവും ഉച്ചനീചത്വങ്ങളുമൊക്കെ മനസ്സുകൾക്കിടയിൽ വലിയ മതിലുകളാണ് സൃഷ്ടിക്കുന്നത്. മനസ്സിനിഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ജീവിക്കാനാകാതെ വീട്ടുകാർക്ക് മാത്രം ഇഷ്ടമായ ഒരാളുമായി ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ദമ്പതികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്. പക്ഷേ പ്രണയത്തിനൊടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയവർ ഒടുവിൽ വഴക്കും ബഹളവുമായി വേർപിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിധി പ്രായോഗികമായി ചിന്തിച്ചു. അതെ, ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെടും. പ്രണയിക്കുമ്പോൾ ഒരാളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല വശമായിരിക്കും ഇരുവരും കാണുക. പ്രണയത്തിന്റെ മാസ്മരികതയൊക്കെ കുറച്ചുനാൾ ഒന്നിച്ചു കഴിയുമ്പോൾ ഇല്ലാതെയാവും. അപ്പോഴാണ് വീണ്ടും വിചാരം ഉണ്ടാവുക. പിന്നെ പുറത്തേക്കും വയ്യ, അകത്തേക്കും വയ്യ എന്ന അവസ്ഥയിലാകും. ജെറിയും എല്ലാത്തിന്റെയും മറുപുറം കൂടി ചിന്തിച്ചു. എന്നിട്ടും ആളുകൾ പ്രണയിക്കുന്നില്ലേ ജെറി? വിവാഹവും കഴിക്കുന്നുണ്ട്. മതി, ഈ വിഷയം വിടാം. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇതും കൊണ്ടിരിക്കേണ്ടി വരും. ജെറി എണീക്കാൻ ശ്രമിച്ചു. നിധി ജെറിയെ താങ്ങിയിരുത്തി. എന്താ, ടോയ്ലറ്റിൽ പോണോ? നീ ആ സ്റ്റിക്കിങ് എടുക്ക്.
കട്ടിലിന്റെ സൈഡിൽ വെച്ചിരുന്ന സ്റ്റിക്ക് ചൂണ്ടി ജെറി ആവശ്യപ്പെട്ടു. നിധി സ്റ്റിക്ക് എടുത്തു കൊടുത്തു. എണീക്കാൻ സഹായിച്ചു. ടോയ്ലറ്റിന്റെ വാതിൽ വരെ കൂടെ ചെന്നു. ഡോർ അടയ്ക്കണോ? വേണ്ട, നീ അപ്പുറത്തേക്ക് മാറി നിന്നാ മതി. നിധി ഒരു വശത്തേക്ക് ഒഴിഞ്ഞു നിന്നു. ജെറിയെ തിരിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി തലയിണ കാലുകൾക്കിടയിൽ വെച്ച് ക്രാസിയിലും ഒരു തലയിണ വെച്ച് ചാരിയിരുത്തി. വെള്ളം വേണോ? വേണം. വെള്ളം എടുത്തു കൊടുത്തിട്ട് മുറിയിൽ അലങ്കോലമായി കിടക്കുന്ന വസ്ത്രങ്ങളും മറ്റും മടക്കി ഷെൽഫിൽ വെച്ചു. എന്നും ഉപയോഗിക്കുന്നവ ഭിത്തിയിലെ ഹാങ്ങറിൽ തൂക്കിയിട്ടു. ടേബിളും വൃത്തിയായി അടുക്കി വെച്ചു. എടോ, അതൊക്കെ അവിടെ കിടക്കട്ടെ. എത്ര അടുക്കിയാലും എല്ലാം പഴയപടിയാവും. എനിക്ക് ഈ റൂമൊക്കെ അലങ്കോലായി കിടക്കുന്നത് കണ്ട ദേഷ്യം വരും. ചിരിയോടെ നിധി പറഞ്ഞു. അതെന്താ നീ വിധുവിന്റെ ബെഡ് വൃത്തിയാക്കാത്തത്? ജെറി ചിരിച്ചു. അയ്യടാ, വിധുവിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവന്റെ കിടക്കയും വസ്ത്രങ്ങളും അവൻ ശരിയാക്കട്ടെ. ശുശ്രൂഷ രോഗികൾക്ക് മാത്രം. ഓ, അപ്പൊ നീ എന്നെ രോഗിയാക്കി. പിന്നെ കയ്യും കാലുമില്ലാത്തവൻ രോഗിയല്ലേ? എന്നെ കൊണ്ടുവിടാൻ വന്നിട്ടാണല്ലോ നിനക്ക് അപകടം പറ്റിയത്. നിധിയുടെ വാക്കുകളിൽ കുറ്റബോധം നിറഞ്ഞു. ഓ പിന്നെ, ഓരോന്ന് സംഭവിക്കാൻ ഓരോ സമയമുണ്ട്. അല്ലാതെ നിന്നെ സഹായിക്കാൻ വന്നിട്ട് പറ്റിയതൊന്നുമല്ല. അതോർത്ത് വിഷമിക്കുകയും വേണ്ട. അപ്പോഴേക്കും ഉച്ചഭക്ഷണം എത്തി. നിധി അത് വാങ്ങിവെച്ചു. ഇപ്പൊ കഴിക്കുന്നോ? ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ മണി 12:30. കുറച്ച് കഴിയട്ടെ, 12:30 ആയതല്ലേ ഉള്ളൂ. തണുത്തു പോയില്ലേ? സുഖമില്ലാതിരിക്കുമ്പോൾ തണുത്ത ഭക്ഷണം കഴിച്ചാൽ മറ്റു വല്ല അസുഖം കൂടി വരും. ഒരമ്മയുടെ കരുതലുണ്ടായിരുന്നു വാക്കുകളിൽ. നിധി പാത്രത്തിന്റെ മൂടി മാറ്റി. ഈ പച്ചരിച്ചോറ് എങ്ങനെ കഴിക്കും? കഴിക്കാതെ എന്ത് വഴി? കിച്ചണിൽ അത്യാവശ്യം പാത്രങ്ങളുണ്ട്. വല്ല ചൂട് കുത്തരിക്കഞ്ഞിയും ചെറുപയർ തോരനും പപ്പടവും വെച്ചതായോ? ഇതൊക്കെയല്ലേ രോഗികൾ കഴിക്കുക. ജെറിക്ക് തമാശ. ഓ, അപ്പൊ ഫുൾ സെറ്റപ്പാണോ? അതേടോ, ഇവിടെ വന്ന സമയത്ത് ആഹാരം പിടിക്കാതെ വന്നപ്പോ അത്യാവശ്യം സ്വന്തം വെച്ചുണ്ടാക്കി കഴിക്കുമായിരുന്നു. പിന്നെ മടിയായി പുറത്തുനിന്ന് കഴിക്കാൻ തുടങ്ങി. ജെറി ഇടത് കൈയിൽ സ്പൂൺ പിടിച്ച് ചോറ് കഴിക്കാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നിധി സ്പൂൺ വാങ്ങി. ഇങ്ങതാ, ഞാൻ എടുത്തു തരാം. വേണ്ട, തനിക്ക് ബുദ്ധിമുട്ടാകില്ലേ. മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിച്ചോണം. ആ ശാസനയിൽ ജെറി നിശബ്ദനായി. ഏറെ കരുതലോടെ തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്ന നിധിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി. അതീവ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ഇത്ര നോക്കാൻ? ഏയ്, ഒന്നുമില്ല. നീ എന്റെ അമ്മയാണോ എന്ന് നോക്കിയതാണ്. ഓ, ഇനി ഏതായാലും നിന്റെ അമ്മയാകാൻ പറ്റില്ല. എന്നാ ഭാര്യയായി എന്റെ കുഞ്ഞിന്റെ അമ്മയായിക്കോ. എന്തോ? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് ആലോചിക്കാം. മധുരം കിനിയുന്ന നിമിഷങ്ങൾ. വീട്ടിലേക്ക് പോയിക്കൂടെ? ഇവിടെ വിധുവിനെ ബുദ്ധിമുട്ടിക്കുന്നു. തമാശ വിട്ട് നിധി കാര്യത്തിലേക്ക് വന്നു. ഇത് ചെറിയ പരിക്കല്ലേ ഉള്ളൂ. അവിടെ വരെയുള്ള യാത്രയും പിന്നെ 2 ആഴ്ച കഴിഞ്ഞുള്ള ചെക്കപ്പും. ഇതിലും ബുദ്ധിമുട്ടാണത്. അപകടം പറ്റി എന്ന് പറഞ്ഞ് അവരെ എന്തിനാ പേടിപ്പിക്കുന്നത്? ഈയിടെ അമ്മച്ചിക്ക് ഒരു പനിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. മതിയടോ. ഒരു സ്പൂണ് കഞ്ഞുകൂടി എടുക്കുമ്പോൾ ജെറി നിധിയെ തടഞ്ഞു. ഇതുകൂടി കഴിക്ക്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. നിർബന്ധിപ്പിച്ച് 2 സ്പൂൺ കൂടി കഴിപ്പിച്ചു. ഭക്ഷണം വെറുതെ കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്നത് നിധിയും കഴിച്ചു. പാത്രം വൃത്തിയായി കഴുകി വെച്ചു. മരുന്നെടുത്തു കൊടുത്ത് ജെറിയെ ശ്രദ്ധാപൂർവം കട്ടിലിൽ കിടത്തി. ഇനി ഞാൻ പോട്ടെ, വൈകുന്നേരം ക്ലാസ് ഉള്ളതാ. ഓക്കെ, ബൈ. നിധി പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. നിധി തന്റെ ജീവിതത്തിലെ നിറവാണ്. ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവുകളിലും സംഭവിച്ച ഓരോന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. വൈകിട്ട് വിധു വന്ന് വിളിക്കുമ്പോഴാണ് ഉണർന്നത്. മെല്ലെ എണീറ്റ് വാതിൽ തുറന്നു. ഇതെന്താടാ ആകെ ഒരു മാറ്റം? ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? മുറിയാകെ വീക്ഷിച്ചുകൊണ്ട് വിധു ചോദിച്ചു. ജെറി ഒന്ന് ചിരിച്ചു. ആരാ, മരിയയാണോ? അതിന് അവൾ ഇതറിഞ്ഞിട്ടില്ല. സംശയത്തോടെ വിധു നോക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു. നീ ഉദ്ദേശിക്കുന്ന ആള് തന്നെ. ജെറി, ഇപ്പൊ എനിക്കാണ് പേടി. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് ഓർത്ത്. നിന്റെ വീട്ടിലറിഞ്ഞ എന്താ സംഭവിക്കുമെന്നറിയാമോ? ഇതിന് വെറുമൊരു സൗഹൃദമായി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിധിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ അതുപോലെയാണോ നിനക്ക്? വെറുതെ അവളെ പറ്റിക്കരുത്. സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തുക, അതാകും നന്ന്. നിന്റെ വീട്ടുകാരെ നന്നായി അറിയുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിനെന്ത് മറുപടി പറയാനാണ്? ഇതേ ആശങ്ക തനിക്കുമുണ്ട്. എന്നിരുന്നാലും ഇല്ല, എന്തു തന്നെ സംഭവിച്ചാലും നിധിയെ വിട്ടൊരു ജീവിതമില്ല. അത് ഉറപ്പിച്ചതാണ്. നീ എന്താ തലകുമ്പിട്ടിരിക്കുന്നേ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ നിധിയെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ടടാ, ഇത് ഞാൻ തീരുമാനിച്ചതാണ്. 2 വർഷമായി തിരിച്ചും മറിച്ചും ആലോചിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. എനിക്ക് നിധിയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും വയ്യ. തല ഉയർത്തിപ്പിടിച്ചാണ് അത് പറഞ്ഞത്. ആ, ഇനി നിന്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞെന്ന് മാത്രം. വിധു ഡ്രസ്സ് പോലും മാറാതെ പുറത്തേക്ക് പോയി.
നിധിയെ കാത്ത് വഴിയിൽ നിൽക്കുമ്പോൾ അവളോട് പറയാനുള്ള വാചകങ്ങൾ മനസ്സിൽ ഒരുക്കൂട്ടുകയായിരുന്നു വിധു. വിധു അവളുടെ ഒപ്പം നടന്നത് നിധിക്ക് അതിശയമായി. ഇതുവരെയും തന്നോടൊന്ന് സംസാരിക്കാൻ പോലും മുതിരാത്ത ആളാണ്. എന്തോ കാര്യമായി പറയാനുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. നിധി ഇന്ന് ജെറിയുടെ റൂമിൽ പോയിരുന്നോ? മുഖവുരയില്ലാതെ വിധു ചോദിച്ചപ്പോൾ ഒട്ടും ചാഞ്ചല്യമില്ലാതെ പറഞ്ഞു, പോയിരുന്നു. എന്തേ? അല്ല, അത് ശരിയാണോ? എന്ത് ശരിയാണോന്ന്? നിധിയുടെ പതർച്ചയില്ലാതുള്ള മറുപടിയും തിരിച്ചുള്ള ചോദ്യവും കേട്ടപ്പോൾ പതറിയത് വിധുവാണ്. നിങ്ങളുടെ ഈ ബന്ധം ജെറിയുടെ വീട്ടുകാർ ഒരു തരത്തിലും അംഗീകരിക്കില്ല. മരിയയുമായി ജെറിയുടെ വിവാഹം പണ്ടേ തീരുമാനിച്ചതാണ്. വിധുവിനെ തുടരാൻ അനുവദിക്കാതെ നിധി പറഞ്ഞു. അപകടം പറ്റിയ ജെറിയെ കാണാൻ പോയി. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായം ചെയ്തു. അതിലെന്താണ് അപകട? അതിന് ജെറിയുടെ വീട്ടുകാർക്ക് എന്താണ് കാര്യം? ഇനി ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ബന്ധത്തിന്, അതായത് വിവാഹമോ ലിവിംഗ് ടുഗദറോ, എന്തായാലും ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. അതിലിടപെടാൻ വീട്ടുകാർക്കെന്നല്ല ആർക്കും അധികാരമില്ല. ജെറിക്ക് എന്നെയും എനിക്ക് ജെറിയെയും ഇഷ്ടമാണ്. അത് ഇതുവരെ ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കതറിയാം. അതാണ് ഒരു ബന്ധത്തിന്റെ വിജയം. ഞങ്ങൾ വെറും കൗമാരക്കാരല്ല. ജീവിതത്തിന്റെ എല്ലാ വരും വരായികളും മനസ്സിലാക്കുന്ന സ്വയം പര്യാപ്തരായ വ്യക്തികളാണ്. വിധുവിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കുന്നു. ജെറി ഒരു വാക്ക് പറഞ്ഞ പിന്നെ ഞാൻ ആ വഴിക്ക് വരികയേയില്ല. വിധുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അയാൾ യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി നിധി നിന്നു. നിധി ഹോസ്റ്റലിലെത്തിയപ്പോൾ കൃപ സിസ്റ്റർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സിസ്റ്റർ? പതിവില്ലാത്ത ആ നിൽപ്പ് കണ്ടപ്പോൾ അതിശയം തോന്നി. എനിക്ക് ട്രാൻസ്ഫറാണ് ഹൈദരാബാദിന്. സിസ്റ്ററിന്റെ മുഖത്തെ പ്രസന്നതയ്ക്ക് ഒരു കോട്ടവുമില്ല. എന്താ സിസ്റ്റർ പെട്ടെന്ന്? പെട്ടെന്നല്ല കുട്ടി, ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. ഇപ്പോ കോൺഗ്രിഗേഷനിലെ സ്ഥലം മാറ്റത്തിന്റെ സമയമാണ്. എന്നാണ് സിസ്റ്റർക്ക് പോകേണ്ടത്? സിസ്റ്റർ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന പോലെ തോന്നി. മറ്റന്നാൾ ഞാൻ നാട്ടിലേക്ക് പോകും. ഹൈദരാബാദിൽ ചെന്നാലുടനെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത 2 ആഴ്ച നാട്ടിൽ എല്ലാവരെയും കണ്ട് തിരിച്ചിവിടെ വന്നിട്ട് വേണം പോകാൻ. സിസ്റ്റർക്ക് പകരം ആരാണ് ഇവിടെ വരുന്നത്? അതറിയാനായിരുന്നു തിടുക്കം. സിസ്റ്റർ ക്ലെമന്റ് തിയോളജിക്കൽ PhD ഉള്ള ആളാണ്. നല്ലൊരു വാഗ്മി കൂടിയാണ് സിസ്റ്റർ. കൃപ സിസ്റ്റർ തന്റെ പിൻഗാമിയെ ആവോളം പുകഴ്ത്തി. എങ്കിലും എന്റെ കൃപ സിസ്റ്ററോളം ആകും അവര്. വിഷമം പുറത്ത് കാണിക്കാതെ സിസ്റ്ററുടെ കവിളിൽ ഒന്ന് നുള്ളി. പക്ഷെ കണ്ണു നിറഞ്ഞത് സിസ്റ്റർ കണ്ടുപിടിച്ചു. തന്റെ എല്ലാ കള്ളത്തരങ്ങളും സിസ്റ്റർ അപ്പപ്പോൾ കണ്ടുപിടിക്കും. എടാ, നമ്മളൊക്കെ ഈ ഭൂമിയിലെ യാത്രക്കാരാണ്. ആ യാത്രക്കിടയിൽ പലരെയും കണ്ടുമുട്ടും. ചിലർ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടും. ചിലർ നമ്മിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോകും. ഇനിയും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമടോ. ഞാൻ പോകുന്നത് കുറെ മാലാഖ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ്. അതാണ് എന്റെ സന്തോഷവും. ആട്ടെ, ജെറിക്ക് എങ്ങനെയുണ്ട്? റെസ്റ്റാണ്. ശരിയാകാൻ 1.5 മാസം വേണമെന്നാണ് പറഞ്ഞത്. അന്ന് എന്നെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ സംഭവിച്ചതാണ് ഈ അപകടം. കഷ്ടമായി സിസ്റ്റർ. ഞാൻ എന്തെങ്കിലും ഓട്ടോ വിളിച്ച് പോയാൽ മതിയായിരുന്നു. എങ്കിൽ ജെറിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സാരമില്ലടോ, സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചിരിക്കും. ഇനി അതോർത്ത് വിഷമിക്കണ്ട. അപ്പോഴേക്കും സിസ്റ്ററെ ആരോ വിളിച്ചു. ശരിയെന്നാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട് തീർക്കാൻ. സന്തോഷമായിട്ടിരിക്കുക കേട്ടല്ലോ. എന്ത് തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കുക. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനു മേലെ ആയിരിക്കണം സ്നേഹം. അപ്പോ എല്ലാം തരണം ചെയ്യാൻ കഴിയും. തോളിൽ തട്ടിയിട്ട് സിസ്റ്റർ പോയി. താനും ജെറിയുമായുള്ള അടുപ്പം അത്ര നിസ്സാരമല്ല എന്ന് സിസ്റ്റർക്ക് മനസ്സിലായപ്പോൾ മുതൽ ആ പ്രാർത്ഥനയും ആശീർവാദവും കൂടെയുണ്ട്. അത് ഒളിഞ്ഞും തെളിഞ്ഞും സിസ്റ്റർ പ്രകടിപ്പിക്കാറുമുണ്ട്. വല്ലാത്തൊരു വിമ്മിഷ്ടം. അതെന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. തന്റെ അമ്മയോളം തന്നെയായിരുന്നു സിസ്റ്റർ. ഒപ്പം ഒരു നല്ല കൂട്ടുകാരിയും. ഇനി ആ തണലില്ലാതാവുകയാണ്. ഹാൻഡ് ബാഗ് മേശയിലേക്ക് ഇട്ടിട്ട് കട്ടിലേക്ക് വീണു. സിസ്റ്റർ പോകുന്ന വിഷമവും വിധു പറഞ്ഞതും ഓർത്ത് കിടക്കുമ്പോൾ ഒരു തീരുമാനത്തിലെത്തേണ്ട സമയമായി എന്നറിഞ്ഞു. ഒരു ലിവിംഗ് ടുഗദർ ജെറി താല്പര്യപ്പെടുന്നില്ല. അതേ ചൊല്ലി ഒരിക്കൽ വഴക്കിട്ടതോർക്കുന്നു. പിന്നെ കുറെ കാലം മിണ്ടാതെ നടന്നു. പിരിയാമെന്ന് തീർച്ചപ്പെടുത്തിയതുമാണ്. പക്ഷെ പറ്റില്ല എന്ന് അതോടെ കൂടുതൽ ബോധ്യമാവുകയായിരുന്നു. പിണങ്ങാനുള്ള കാരണമുണ്ടാക്കിയതും താനാണ്. അന്ന് കണ്ടപ്പോൾ പറഞ്ഞു, എടോ ജെറി, നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ? ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. ഏത്? വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ലിവിംഗ് ടുഗദർ? ജെറി അമ്പരന്നു. ഈ പ്രണയം വീട്ടിലറിഞ്ഞാൽ തന്നെ ഭൂകമ്പം ആവും. അപ്പോഴാണ് ഒരു ലിവിംഗ് ടുഗദർ. നീ ഒന്നാന്തരം ഭീരുവാണ്. തനിക്ക് ദേഷ്യം വന്നു. അപ്പച്ചന്റെ മടിയിൽ നിന്നിറങ്ങാത്ത ഭീരു. താൻ പരിഹസിച്ചു. ശണ്ഠ കൂടി. ജെറിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു അതിനു പിന്നിൽ. അതല്ല നിധി, അവരെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരുടെയും സമ്മതത്തോടെ ഒരു വിവാഹം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എല്ലാവരുടെയും ഇഷ്ടത്തിന് പാവ കളിച്ച് ജീവിക്കുക അല്ലേ? അവര് സമ്മതിച്ചില്ലെങ്കിലോ? ജെറി ഒന്നും മിണ്ടിയില്ല. എങ്കിലൊക്കെ. താൻ എണീറ്റു. എന്റെ ആദർശങ്ങൾ, ചിന്തകൾ, അതില്ലാതെ എനിക്ക് ജീവിതമില്ല.
പിന്നെ കുറെ നാളത്തേക്ക് തമ്മിൽ കണ്ടില്ല. ഹോസ്റ്റലിൽ വിളിച്ചപ്പോഴൊക്കെ അവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞേൽപ്പിച്ചു. പിന്നീട് തേടിപ്പിടിച്ച് സ്കൂളിൽ വന്നു. ജെറിയുടെ രൂപവും ഭാവവും കണ്ട് അമ്പരന്നു പോയി. മുടി വെട്ടാതെ, താടി ഷേവ് ചെയ്യാതെ അലങ്കോലമായ വേഷവുമായി നിൽക്കുന്ന ജെറിയെ കണ്ട ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ സങ്കടമാണ് വന്നത്. ഹൃദയം പിളരും പോലെ. നിനക്ക് നിന്നെ തന്നെ വിശ്വാസമില്ല ജെറി, പിന്നെങ്ങനെ? താൻ കരഞ്ഞു. ഇല്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. മറ്റൊന്നും എനിക്ക് വേണ്ട. എന്താ ഞാൻ ചെയ്യേണ്ടത്? പറയ്. അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. പരിസരം പോലും മറന്ന് ജെറിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് എങ്ങോട്ടോ പോവുകയാണ്. ഏത് തീരത്താണ് അടുക്കുക, എവിടെയാണ് തകർന്നടിയുക എന്നറിയില്ല. പരിണിത ഫലം എന്തായാലും അനുഭവിക്കാതിരിക്കാൻ തരമില്ലല്ലോ. 1-2 സ്ഥലത്ത് വയലിൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വരുമാനമുണ്ട്. ഗീതുവിന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് പോയപ്പോൾ അമ്മയെ കണ്ടിരുന്നു. തന്റെ വിവാഹത്തിന്റെ കാര്യമാണ് അപ്പോഴും അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അമ്മയ്ക്ക് മറ്റൊന്നും പറയാനില്ലേ? സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇനി വിവാഹത്തിന്റെ കാര്യം മിണ്ടരുത്. അതോടെ വിവാഹകാര്യം അവിടെ അവസാനിച്ചു. ഇടയ്ക്ക് വിളിക്കാറുണ്ടിപ്പോൾ, എങ്കിലും വിവാഹകാര്യം ചോദിക്കാറില്ല. നാട്ടിലെ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ വാടക അക്കൗണ്ടിൽ വരും. വിഷ്ണുമാമന്റെ വീട്ടിലാണ് അന്ന് നാട്ടിൽ പോയപ്പോൾ നിന്നത്. ഇനിയിപ്പോൾ നാട്ടിലേക്കൊരു യാത്ര ഉണ്ടാകുമോ എന്നറിയില്ല. 2 ദിവസത്തിന് ശേഷം കൃപ സിസ്റ്റർ വൈകിട്ടത്തെ ട്രെയിനിന് നാട്ടിലേക്ക് പോയി. രാവിലെയും വൈകിട്ടും ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട് ജെറിയുടെ അടുത്തേക്ക് പോകാനും സാധിച്ചില്ല. മെയ് മാസം അതിന്റെ സർവ്വപ്രതാപത്തോടെയും ജ്വലിച്ചു നിൽക്കുകയാണ്. വാഗമരങ്ങൾ ചെഞ്ചുവ പണിഞ്ഞു നിൽക്കുന്നു. ബാംഗ്ലൂരിൽ മഴ പെയ്യാതിരിക്കുന്നതാണ് നന്ന്. ആകെ അലങ്കോലമാകും. നാട്ടിലെ മഴ പോലെയല്ല ഇവിടെ. മഴയെ വല്ലാതെ വെറുത്തുപോകും. ചുവപ്പ് കുട ചൂടിയ വാഗയുടെ ചുവട്ടിലൂടെ ഫുട്പാത്തിന്റെ ഓരം ചേർന്ന് നടന്നു. നാളെ ജെറിയുടെ അടുത്ത് പോകണം. എത്ര അപ്രതീക്ഷിതമായാണ് മനുഷ്യന്റെ അന്തർഗതങ്ങൾ മാറ്റിമറിക്കപ്പെടുക. ഒരു വിവാഹമേ വേണ്ടെന്ന് തീരുമാനിച്ച തനിക്കിപ്പോൾ സംഭവിച്ചതെന്താണ്? ജീവിതം ഒരിക്കലും ആരുടെയും കൈപ്പിടിയിലല്ല. എല്ലാറ്റിനും നിയതമായ ഒരു ചാലുണ്ട്. ആ ചാലിലെ ഒഴുക്കിനെ തടയാൻ ആർക്കുമാകില്ല. ജെറി എന്ത് തീരുമാനിക്കുന്നു എന്നതിലാണ് തന്റെ ഭാവി ഉൾച്ചേർന്നിരിക്കുന്നത്. ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് അടുത്തത്. അതിനാൽ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് ജെറിയുടെ അടുത്തേക്കാണ് നേരെ പോയത്. വിധു ആരുടെയോ വിവാഹത്തിനായി പോയിരുന്നു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിധിയെ കണ്ട് ജെറിക്ക് സന്തോഷമായി. ഞാനിവിടെ ബോറടിച്ച് ചത്തു. എന്തായാലും വരാൻ തോന്നിയല്ലോ. നിധി വയലിൻ മേശമേൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിവിടെ വരുന്നത് നിന്റെ കൂട്ടുകാരൻ അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല. അവനെ വരപ്പിക്കണ്ടെന്ന് കരുതി. ഓ, അവൻ നിന്നെയും ഉപദേശിച്ചോ? കൊള്ളാലോ. ആ, ജെറിയുടെ വിവാഹം ഉറപ്പിച്ചതാണ്. വീട്ടുകാർ യാഥാസ്ഥിതികരാണ് എന്നൊക്കെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. നിധി ചിരിച്ചു. ആട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല ജെറി, ഒരു ലൈം കുടിച്ചു. നിനക്കെന്താ വേണ്ടത്? വരുത്താം. ഞാൻ നേരത്തെ കഴിച്ചു. ഇല്ലെങ്കിൽ അത് ഷെയർ ചെയ്യായിരുന്നു. ബർഗർ മതി. വെള്ളം ഇവിടെ ഉണ്ടല്ലോ. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബർഗർ എത്തി. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ജെറിക്കൊരാഗ്രഹം. ആ വയലിൽ ഒരു പാട്ട് കേൾക്കട്ടെ. അന്നത്തെ ആ വസീകരായിക്കോട്ടെ. നിധി മടിക്കാതെ വയലിനെടുത്തു. അലൗകികമായ ഗാനനിർദ്ധരി ആ മുറിയിൽ ഒഴുകി പരന്നു. കണ്ണടച്ച് വയലിന്റെ ബോ ചലിപ്പിക്കുന്ന നിധിയെ ജെറി കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. അവൾ ഈ ലോകത്തെങ്ങുമല്ല എന്ന് തോന്നി. അവൾക്ക് ചുറ്റും വെൺമേഘങ്ങൾ വന്നു നിറഞ്ഞു. വെൺചിറകുകൾ വീശി ആ മേഘത്തുണ്ടുകൾക്കിടയിൽ ഒഴുകി നടക്കുകയാണവൾ. ജെറിയും അവളോടൊപ്പം ആ മേഘത്തുണ്ടിലേറി. സമയം അവരുടെ ഇടയിൽ നിശ്ചലമായി. ആ നാദവർഷം പെയ്തു തോർന്നപ്പോൾ അതിമനോഹരമായ ഒരു ശാന്തത അവിടെ തങ്ങി നിന്നു. നിധി മെല്ലെ കണ്ണു തുറന്നു. ജെറി ഈ ലോകത്തെങ്ങുമല്ലെന്ന് തോന്നി. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.